ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായ തെല്ലവീവിൽ നിന്ന് വടക്കുമാറി ഒരു ചെറുകുന്ന്. പുറം ലോകത്തിന് അപരിചിതമായ ഈ പ്രദേശത്തെ ഒരു സങ്കേതത്തിൽ ഇസ്രായേലി ചാര സംഘടനയായ മൊസാദിന്റെ രഹസ്യയോഗം നടക്കുകയാണ്. മൊസാദ് ചീഫ് മേയർ ഡാഗൻ ആ സംഘത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഓപ്പറേഷൻ പ്ലാൻ അവതരിപ്പിച്ചു. മൊസാദിന്റെ റെഡ് പേജിൽ പ്ലാസ്മ സ്ക്രീൻ എന്ന് കോഡ് ഭാഷയിൽ എഴുതി വെച്ച ആ വലിയ പേര് പ്രഖ്യാപിക്കപ്പെട്ടു. ഹമാസ് സൈനിക കമാൻഡർ മഹ്മൂദ് അൽ മബ്ഹൂഹ്. UAE-യിൽ വെച്ച് ഇരുചവി അറിയാതെ മൊസാദ് നടത്താണ്ടിരിക്കുന്ന ഒരു നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ തിരക്കഥ അവിടെ ഒരുങ്ങുകയായിരുന്നു. സ്വാഗതം ബ്ലാക്ക് ബോക്സിലേക്ക്. ജനുവരി 20 തണുത്ത് ഉണർന്നെഴുന്നേറ്റ പകൽ പതിയെ ചൂടിലേക്ക് കടക്കുന്നു. ദുബായിലെ അൽബസ്റ്റാൻ റൊട്ടാന ഹോട്ടലിലെ 230-ാം മുറി അപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. തലേന്ന് മുറിയിൽ കയറിയ മഹ്മൂദ് അൽ മബ്ഹൂഹ് ഇനിയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. റൂം സർവീസിനെത്തിയവർ നിരവധി തവണ വിളിച്ചിട്ടും ഡോർ തുറക്കാതായതോടെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു. മുറിക്കകത്ത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവരെയും കാത്തിരുന്നത്. ബെഡിൽ മഹ്മൂദ് അൽ മബ്ഹൂഹിന്റെ ചേതനയറ്റ് കിടക്കുന്ന ശരീരം. ഹോട്ടൽ ജീവനക്കാർ ഉടൻ ദുബായ് പോലീസിനെ വിവരമറിയിച്ചു. മുറിയിലെത്തിയ പോലീസ് മൃതദേഹം പരിശോധിച്ചു. ശരീരത്തിലെങ്ങും ചോരപ്പാടുകളില്ല. മൽപ്പിടുത്തം നടന്നതിൻ്റെയോ മറ്റോ ലക്ഷണങ്ങളില്ല. സ്വാഭാവിക മരണമാണെന്നാണ് പോലീസും ആ ഘട്ടത്തിൽ കരുതിയത്. തുടർന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഫലസ്തീനിൽ നിന്നുള്ള ബിസിനസ്സുകാരനായ മഹ്മൂദ് അബ്ദുൽ റഹൂഫ് മുഹമ്മദ് ഹസൻ എന്നയാളാണ് മരിച്ചത് എന്നാണ് ഹോട്ടലിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ മൃതദേഹം ഏറ്റെടുക്കാനായി ആരും വന്നതുമില്ല. ഇതിനിടെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മസ്തിഷ്കാഘാതം എന്നായിരുന്നു മരണകാരണമായി രേഖപ്പെടുത്തിയത്. അധികം ദിവസങ്ങൾ പിന്നീട് മുമ്പ് തന്നെ മരിച്ചത് ഒരു ബിസിനസ്സുകാരനല്ലെന്നും ഹമാസിന്റെ സൈനിക നേതാവാണെന്നും ദുബായ് പോലീസ് കണ്ടെത്തി. അതൊരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്ന് ദുബായ് പോലീസ് ഉറപ്പിക്കുന്നത് മൃതദേഹത്തിന്റെ ശാസ്ത്രീയ പരിശോധനകളിലൂടെയും ആ ഹോട്ടൽ മുതൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വരെയുള്ള മുഴുവൻ CCTV ക്യാമറകളും പരിശോധിച്ചുകൊണ്ടായിരുന്നു. സ്കിസിനിൽ കൊളിൻ എന്ന മരുന്നിന്റെ അംശം മബ്ഹൂഹിന്റെ ശരീരത്തിൽ വ്യാപകമായ തോതിൽ ഡോക്ടർമാർ കണ്ടെത്തി. അനസ്തേഷ്യക്കായി ഡോക്ടർമാർ രോഗികളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം പ്രയോഗിക്കാറുള്ള ഈ മരുന്ന് മാരകമായ ഡോസിൽ കുത്തിവെച്ച് പേശികളെ തളർത്തിയ ശേഷം കൊലയാളി സംഘം മബ്ഹൂഹിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു അന്ന് വന്നൊരു റിപ്പോർട്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലൂടെ രാജ്യത്തെ നിയമപാലകരെ മുഴുവൻ കാഴ്ചക്കാരായി നിർത്തി ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ ഭീകരരാഷ്ട്രത്തിന്റെ ചാരസംഘടന നടത്തിയ ആ രഹസ്യ ഓപ്പറേഷന്റെ ചുരുളുകൾ ഓരോന്നായി ദുബായ് പോലീസ് അഴിച്ചെടുത്തു. മൊസാദ് എന്നായിരുന്നു ആ കൊലയാളി സംഘത്തിന്റെ പേര്. ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന മഹ്മൂദ് അൽ മബ്ഹൂഹ് 1989 മുതൽ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. തെക്കൻ ഇസ്രായേലിൽ വെച്ച് അരങ്ങേറിയ ഒരു ഏറ്റുമുട്ടലിൽ 2 ഇസ്രായേലി സൈനികരെ മഹ്ബൂബ് വധിച്ചെന്ന് ഇസ്രായേൽ സേന നേരത്തെ മുതൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഫലസ്തീനിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്കായി ഇറാനിൽ നിന്ന് ആധുനിക റോക്കറ്റുകളും മിസൈലുകളും വാങ്ങുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചെന്നും ഖുദ്സ് സേനയുമായി മബ്ഹൂഹിന് രഹസ്യബന്ധമുണ്ടെന്നും ആരോപണമുയർന്നു. 2009 നവംബറിൽ മുമ്പും ഒരു വിഷപ്രയോഗത്തിലൂടെ മബ്ഹൂഹിനെ കൊല്ലാൻ മൊസാദ് ശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. മൊസാദ് തങ്ങളുടെ ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുക്കമായിരുന്നില്ല. തൊട്ടടുത്ത വർഷം മേയർ ഡാഗൻ പുതിയ പദ്ധതി ഒരുക്കി. മൊസാദിന്റെ ഏറ്റവും അപകടം പിടിച്ചതും അതീവ രഹസ്യവുമായ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘമായിരുന്നു സിസേറിയ. വ്യാജ ഐഡന്റിറ്റിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിന്റെ ശത്രുപക്ഷത്തുള്ള നേതാക്കളെ കൊല്ലുന്നതടക്കം നിഗൂഢമായ പല പദ്ധതികളും മൊസാദ് സിസേറിയയിലൂടെയാണ് നടപ്പിലാക്കിയിരുന്നത്. ഇക്കുറി മബ്ഹൂഹിനെ കൊല്ലാൻ 27 അംഗങ്ങളടങ്ങിയ ഒരു സംഘത്തെയാണ് ഡാഗൻ ഒരുക്കിയത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ മബ്ഹൂഹിന്റെ ഓരോ നീക്കങ്ങളും മൊസാദ് പിറകെ കൂടി നിരീക്ഷിച്ചു. UAE-യിലേക്കുള്ള മബ്ഹൂഹിന്റെ യാത്രയെക്കുറിച്ച് നേരത്തെ വിവരം ലഭിച്ച സംഘം കൊലപാതകം അരങ്ങേറുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ 5 തവണയിലധികം ദുബായിലെത്തി പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. 2010 ജനുവരി 18 സമയം രാവിലെ 6:45 മബ്ഹൂഹ് UAE-യിലെത്തുന്നതിന് ഒരു ദിവസം മുമ്പ് മൊസാദ് ചാരസംഘത്തിലെ 3 അംഗങ്ങൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനമിറങ്ങി. ഗെയിൽ ഫോളിയാഡ്, കെവിൻ ഡെവറോൺ, പീറ്റർ എൽവിംഗർ എന്നീ പേരുകളിൽ വ്യാജ പാസ്പോർട്ടുകളുമായാണ് ഇവർ എത്തിയത്. അടുത്ത 19 മണിക്കൂറിൽ സംഘത്തിലെ ബാക്കിയുള്ളവരും എത്തി. 6 വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമായാണ് കൊലയാളി സംഘം ദുബായിലേക്ക് യാത്ര തിരിച്ചത്. 12 പേർ ബ്രിട്ടീഷ് പാസ്പോർട്ടുകളും 6 പേർ ഐറിഷ് പാസ്പോർട്ടുകളും 4 പേർ ഫ്രഞ്ച് പാസ്പോർട്ടുകളും 3 പേർ ആസ്ട്രേലിയൻ പാസ്പോർട്ടുകളും ഒരാൾ ജർമ്മൻ പാസ്പോർട്ടും ഉപയോഗിച്ചാണ് UAE-യിൽ വിമാനമിറങ്ങിയത്.
ഒരുമിച്ചെത്തിയ പലരും ഒരു സംശയത്തിനും ഇട നൽകാതെ വ്യത്യസ്ത വാഹനങ്ങളിൽ വ്യത്യസ്ത ഹോട്ടലുകളിലേക്ക് യാത്ര തിരിച്ചു. മബഹൂഹിനെയും കാത്ത് അവർ ഒരു ദിവസത്തോളം ദുബായിലെ വിവിധ ഹോട്ടലുകളിൽ കടിച്ചുകൂട്ടി. ജനുവരി 19 കൃത്യം 3 മണിക്ക് മബഹൂഹ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനമിറങ്ങി. തങ്ങളുടെ ഇരയെയും കാത്ത് മൊസാദ് അംഗങ്ങൾ വിമാനത്താവളത്തിന് പുറത്തു നിൽപ്പുണ്ടായിരുന്നു. മബഹൂഹ് എത്തിയ വിവരം വിവിധ ഹോട്ടലുകളിൽ ഉണ്ടായിരുന്ന ചാരസംഘത്തിലെ മറ്റംഗങ്ങളെ ഇക്കൂട്ടർ അറിയിച്ചു. ബസ്റ്റാൻ റൊട്ടാന ഹോട്ടലിന്റെ പരിസരത്തേക്ക് പല സമയങ്ങളിലായി സംഘത്തിലെ 27 അംഗങ്ങളും എത്തിച്ചേർന്നു. മബഹൂഹ് 3:25 ഹോട്ടലിലെത്തി. അദ്ദേഹം എത്തുമ്പോൾ ടെന്നീസ് സ്യൂട്ടുകൾ ധരിച്ച് റാക്കറ്റ് കയ്യിലെന്തി 2 പേർ ഹോട്ടലിന് വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. മബഹൂഹ് ഹോട്ടലിനകത്തേക്ക് പ്രവേശിച്ചു. തന്റെ റൂമിന്റെ താക്കോൽ വാങ്ങി ലിഫ്റ്റിലേക്ക് കയറി. നേരത്തെ കണ്ട ടെന്നീസ് സ്യൂട്ട്ധാരികളും അദ്ദേഹത്തിന് പിറകെ ലിഫ്റ്റിൽ പ്രവേശിച്ചു. തന്നെ വധിക്കാനെത്തിയ മൊസാദ് സംഘത്തിലെ അംഗങ്ങളാണ് അവരെന്ന് മബഹൂഹ് അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി ഹോട്ടലിലെ 230 നമ്പർ മുറിയിലേക്ക് മബഹൂഹ് പ്രവേശിച്ചു. മബഹൂഹിന്റെ റൂം നമ്പർ കണ്ടെത്താനായിരുന്നു മൊസാദ് അംഗങ്ങൾ അദ്ദേഹത്തെ ലിഫ്റ്റിൽ പിന്തുടർന്നത്. റൂം നമ്പർ കണ്ടുപിടിച്ച ഇവർ വേഗത്തിൽ താഴെയെത്തി മബഹൂഹിന്റെ മുറിക്ക് തൊട്ടുമുന്നിലുള്ള 237 നമ്പർ റൂം ബുക്ക് ചെയ്തു. അല്പസമയം പിന്നിട്ടു മബഹൂഹ് തന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഈ സമയം ഹോട്ടലിന് വെളിയിലുണ്ടായിരുന്ന മൊസാദ് സംഘത്തിലെ ചില അംഗങ്ങൾ 237 നമ്പർ മുറിയിൽ എത്തിച്ചേർന്നു. മബഹൂഹിന്റെ മുറിയുടെ ഇലക്ട്രിക് ലോക്ക് ഏത് വിധേനയെങ്കിലും തകർത്ത് അകത്ത് കടക്കുക എന്നതായിരുന്നു അടുത്ത പദ്ധതി. വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘത്തിലെ ചിലർ ലോക്കിന്റെ അത്യാധുനിക സോഫ്റ്റ്വെയറിൽ പോലും മാറ്റം വരുത്തി ലോക്ക് തുറന്ന് അകത്ത് പ്രവേശിച്ചു. ഹോട്ടൽ ജീവനക്കാർക്ക് യാതൊരു സംശയത്തിനും ഇട നൽകാതെയാണ് അതുവരെയുള്ള പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കപ്പെട്ടത്. മബഹൂഹിനെയും കാത്ത് കൊലയാളി സംഘം അദ്ദേഹത്തിന്റെ മുറിയിൽ ഒളിച്ചിരുന്നു. അന്ന് രാത്രി 8:30 മബഹൂഹ് മുറിയിൽ തിരിച്ചെത്തി. മുറിയിൽ പ്രവേശിച്ച് 20 മിനിറ്റിനകം മേർഡാഗന്റെ പദ്ധതി പൂർത്തിയാക്കി മൊസാദ് അംഗങ്ങൾ പുറത്തിറങ്ങി. മബഹൂഹിന്റെ ചേതനകെട്ട ശരീരത്തെ മുറിയിൽ ഉപേക്ഷിച്ച് ദയവായി ശല്യപ്പെടുത്തരുത് എന്ന ബോർഡ് വാതിലിൽ തൂക്കിയിട്ട് അവർ ഹോട്ടലിൽ നിന്നും കടന്നു കളഞ്ഞു. വെറും 4 മണിക്കൂറിനുള്ളിൽ സംഘത്തിലെ മുഴുവൻ ആളുകളും UAE വിട്ടിരുന്നു. പിറ്റേന്ന് ഉച്ചയോടെ മബഹൂഹിന്റെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നു. CCTV കേന്ദ്രീകരിച്ച് നടന്ന ശാസ്ത്രീയ അന്വേഷണങ്ങളിൽ വ്യാജ പാസ്പോർട്ടുകളിലെത്തിയ മൊസാദ് അംഗങ്ങളാണ് കൊലപാതകം നടപ്പാക്കിയതെന്ന് ദുബായ് പോലീസ് കണ്ടെത്തി. ഇസ്രായേലിനും ഫലസ്തീനും ഇടയിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയായിരുന്നു മബഹൂഹിന്റെ ദാരുണമായ കൊലപാതകം. കൊലപാതകത്തെ ശക്തമായി അപലപിച്ച ഹമാസ് നേതാക്കൾ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. യുദ്ധക്കൊപ്പുകൾ എത്ര കയ്യിലുണ്ടെങ്കിലും ഇരുചെവി അറിയാതെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന രീതികൾ മൊസാദിന്റെ ആവനാഴിയിൽ ഒരുപാടുണ്ടായിരുന്നു. അവയിൽ ഏറ്റവും കുപ്രസിദ്ധമായതായിരുന്നു വിഷപ്രയോഗം. 1997 ജോർദാന്റെ തലസ്ഥാന നഗരിയായ അമ്മാനിൽ വെച്ച് ഹമാസ് നേതാവായിരുന്ന ഖാലിദ് മിഷലിനെതിരെ ഇതിന് സമാനമായൊരു വധശ്രമം നടന്നിരുന്നു. 2 മൊസാദ് ചാരന്മാർ ചേർന്ന് മിഷലിന് നേരെ വിഷപ്രയോഗം നടത്തുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ മിഷൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. വൈകാതെ തന്നെ മൊസാദ് ചാരന്മാർ പിടിക്കപ്പെട്ടു. അന്നത്തെ മൊസാദ് ചീഫായിരുന്ന ഡാനി യറ്റോമിന്റെ നേതൃത്വത്തിലാണ് ഈ കൊലപാതക ശ്രമം അരങ്ങേറിയത്. ജോർദാനിലെ ഹുസൈൻ രാജാവ് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചതോടെ മൊസാദിന്റെ പാളിപ്പോയ ഈ ഓപ്പറേഷന് വലിയ വിലയാണ് അവർക്ക് നൽകേണ്ടി വന്നത്. ഖാലിദിനെ ചതിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അവർ പ്രയോഗിച്ച വിഷത്തിന് പ്രതിമരുന്ന് കൊണ്ടുവന്നു. പിടിക്കപ്പെട്ട മൊസാദ് ചാരന്മാർക്ക് പകരം ഇസ്രായേലിൽ വർഷങ്ങളായി തടവിലായിരുന്ന ഹമാസ് സ്ഥാപക നേതാവ് അഹ്മദ് യാസിനെയും 15 ഫലസ്തീനി തടവുകാരെയുമാണ് നെതന്യാഹുവിന് അന്ന് വിട്ടു നൽകേണ്ടി വന്നത്.